ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ ദിനത്തിൽ, അതായത് ഇന്നലെ ഫെബ്രുവരി 14 തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്ന സിനിമ. ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തുവരുമ്പോൾ ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസും അതോടൊപ്പം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആന്റണി വർഗീസിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ഗോവിന്ദ് വിഷ്ണു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ വിജയരാഘവനും ജിജോമോൾ ജോസും സൈജു കുറുപ്പും അച്ചു വർഗീസും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയപ്പോൾ എംഒ ഇസ്മായിലാണ് വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത്. എന്നൊക്കെയാണ് നല്ലൊരു കളക്ഷൻ ചിത്രത്തിന്റെ ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബോക്സിംഗ് പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ പെപ്പയുടെ ഇടി തന്നെ കാണാൻ സാധിച്ചുകൊണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 1,06,00,000 രൂപയാണ് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 1.5 കോടി വരെ ഉയരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാം ദിനമായി ഇന്നും ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ബുക്കിംഗ് നല്ല രീതിയിൽ ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്നൊക്കെയാണ് ചിത്രം ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി. വരും ദിവസങ്ങൾ, അതായത് ഇന്നും നാളെ ഇതിലും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ 10 കോടി കടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെ ദാവീദ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.